കൂട്ടുകാർക്കും ഓണാശംസകൾ. നല്ലൊരു വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നേരുന്നു. എല്ലാവർക്കും അസുഖവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് ഇനി മുമ്പോട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ രാവിലെ മുതൽ ഉച്ച വരെ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് നേരെ അടുക്കളയിലോട്ട് കയറുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ചായ ഇട്ട് കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം അടുക്കള ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഫസ്റ്റിൽ നല്ലൊരു ചൂട് ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. രാവിലത്തെ സ്പെഷ്യൽ ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറുമാണ്. ഇവിടെ ഇഡ്ഡലിയും സാമ്പാറിനോടൊപ്പം ചമ്മന്തിയും കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ മോളെ കൊണ്ട് ഞാൻ തേങ്ങ തിരുവിപ്പിക്കുവാണ്. തേങ്ങ മോൾക്ക് തിരുവുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് സാമ്പാറാണ്. സാമ്പാർ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച് ഇപ്പോൾ ഒന്ന് കടുക് വറുക്കുവാണ്. അതിനുശേഷം അടുത്തത് ചമ്മന്തിക്ക് കടുക് വറുക്കാനായിട്ട് പോവുകയാണ്. ഫസ്റ്റിൽ എണ്ണയാണ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് വരെ നമ്മൾ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ട് മൊബൈലും കൊണ്ട് ദൂരോട്ട് മാറിയിരിക്കുവാണ് കേട്ടോ. അടുത്ത കറിവേപ്പില ഇടുമ്പം പൊട്ടിത്തെറിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം കറിവേപ്പില ഇടുമ്പോഴത്തേക്കും നമ്മളത് കഴുകിയിട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ അതാ ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ച ഉടനെ അതിനകത്ത് തീ കയറി. അപ്പോൾ പേടിച്ച് ദൂരോട്ടങ്ങ് മാറി കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നതും സാമ്പാർ ഉണ്ടാക്കുന്നതാണ് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പെതുക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തരാം. ഇപ്പോൾ ഈ വീഡിയോ ഒരുപാടങ്ങ് ലെങ്തായി പോകും. കാര്യം നമ്മളെല്ലാം ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ ഇതാ സാമ്പാർ റെഡി, അതുപോലെ തന്നെ ചമ്മന്തി റെഡി, ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് അത്തം ഇടാനായിട്ട് പോവാം. രാവിലെ വയലിലും തോട്ടിലും അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലൊക്കെ പോയി കുറച്ച് പൂവൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു തുള്ളി പൂ പോലും ഇല്ല. ഇത്രയൊക്കെ ചെടി നട്ട് പിടിപ്പിച്ചാലും 4 വശം റബ്ബർ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും പിടിക്കത്തില്ല കേട്ടോ. അങ്ങനെ ചാണകമൊക്കെ ഇട്ട് തളിച്ച് പൂവൊക്കെ വെച്ച് അത്തം ഇടാൻ തുടങ്ങുകയാണ്. നേരത്തെ നമ്മൾ ചാണകം ഉരുട്ടി ശിവലിംഗമായിട്ട് ഇങ്ങനെ വയ്ക്കുമായിരുന്നു. അപ്പോൾ ചാണകത്തിൻ്റെ ക്ഷാമം കൊണ്ട് ഉള്ള ചാണകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തളിച്ചിട്ട് അതിനകത്ത് പൂ വെച്ച് അത്തം വയ്ക്കുകയാണ് കേട്ടോ. പേടിക്കേണ്ട, ഒരുപാട് ലെങ്തൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ തീർക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് പെരുവണത്തിൻ്റെ പൂവൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് റോസാപ്പൂ വെച്ച് ഇട്ടിട്ടുണ്ട്. ഈ റോസാപ്പൂ മാത്രമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചത്. ബാക്കി എല്ലാം വയലിലും തോട്ടിലും ഒക്കെ പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. ഈ വയ്ക്കുന്ന മഞ്ഞപ്പൂവില്ലേ, അതും തോട്ടിൽ നിന്നാണ് കേട്ടോ പറിച്ചുകൊണ്ട് വന്നത്. ചെമ്പരത്തി പൂ ഉണ്ടായിരുന്നു, അത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ പറിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് അത്തം പാതിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് അത്തം ഒരുവിധം നല്ല അടിപൊളിയായിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും നേരെ അടുക്കളയിലോട്ട് കയറുവാണ് കേട്ടോ. അപ്പോൾ പരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പയറ് വറുക്കുവാണ് കേട്ടോ. അതിന് ശേഷം അരകല്ലിലിട്ട് ഞാനിത് ഒന്ന് പിളർത്തിയെടുക്കും. ഒന്ന് ഇത് മൂത്തതിന് ശേഷമാണ് കേട്ടോ അരകല്ലി ഇടുന്നത്. അപ്പം കണ്ടില്ല, അരകല്ലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാം. ഇപ്പം എൻ്റെ ഒരു കയ്യിൽ മൊബൈലായതുകൊണ്ട് മറ്റേ കൈയും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ മൊബൈൽ താഴ്ത്തി വെച്ചിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ, നമുക്ക് പരിപ്പൊക്കെ തയ്യാറാക്കണ്ടേ. അപ്പോൾ ഞാനിപ്പം തൽക്കാലം ഇതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. അടുത്തതാ പായസം റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ പായസതാ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് ബ്രഹ്മസലിയാണ് കേട്ടോ വയ്ക്കുന്നത്.
ഇന്നലെ പാലടയായിരുന്നു, ഇന്ന് ബ്രഹ്മസലി, നാളെ അടപ്രഥമനാണ് കേട്ടോ. അപ്പോൾ ഇതാ പായസമൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഇത് കിറ്റാണ് കേട്ടോ, കിറ്റ് വാങ്ങിച്ച് തയ്യാറാക്കിയതാണ്. പക്ഷെ നാളത്തെ പായസം കിറ്റല്ല, ഓൾറെഡി എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിറ്റായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മളിനി തയ്യാറാക്കുന്നത് പപ്പടമാണ്. പരിപ്പൊക്കെ അടുപ്പിരുന്ന് വേവുന്നുണ്ട് കേട്ടോ. അടുത്തതിന് ശേഷം പപ്പടം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ എണ്ണയിൽ. നമ്മൾ ഉത്രാടത്തിന് മീനൊക്കെ ഉപയോഗിക്കാറുണ്ട്. തിരുവോണം മാത്രമേ ഉള്ളൂ മീൻ ഉപയോഗിക്കാത്തത്. ഉത്രാടത്തിനൊക്കെ മീൻ ഉപയോഗിക്കാറുണ്ട്. ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ മീനിവിടെ കഴിക്കുന്നതിന് പ്രശ്നമില്ല. തിരുവോണത്തിൻ്റെ അന്ന് മീൻ പാത്രമൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം തിരുവോണത്തിന് മീനൊന്നും എടുക്കില്ല. തലേന്നത്തെ ഒരു ഫുഡും എടുക്കത്തില്ല. പിന്നെ ഇഞ്ചിയും നാരങ്ങയൊക്കെ എടുക്കും, അല്ലാതെ വേറൊന്നും എടുക്കത്തില്ല. അപ്പോൾ പപ്പടം ഓരോന്നായിട്ട് വറുത്ത് പോരുവാണ്. ചോറും പരിപ്പും ഒക്കെ അപ്പുറത്തടുപ്പിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് മീൻ പൊരിച്ചതാട്ടോ തയ്യാറാക്കുന്നത്. എണ്ണ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം മീൻ അരപ്പൊക്കെ ചേർത്ത് വെച്ചിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പണ്ടൊക്കെ ഓണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചുകൂടെ സന്തോഷവും ഒക്കെ ആയിരുന്നു എൻ്റെ അപ്പൂപ്പനും ഉമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളെ കൊച്ചിലെ ഊഞ്ഞാലൊക്കെ അത്തം അങ്ങോട്ട് തുടങ്ങുമ്പോഴേ തന്നെ ഊഞ്ഞാൽ കെട്ടിത്തരും. നല്ല രസമായിരുന്നു അപ്പൂപ്പനും ഉമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല, അവർ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഓണത്തിന് വലിയൊരു സന്തോഷമൊന്നുമില്ല. പിന്നെ അങ്ങ് നമ്മൾ ഒരുവിധം ഹാപ്പി ആയിട്ട് പോണു. അപ്പോൾ അതാ ചോറൊക്കെ റെഡിയായി, കണ്ടില്ലേ, പപ്പടം റെഡിയായി, പച്ചടി റെഡിയായി, പരിപ്പ് റെഡിയായി, അടുത്തത് പായസം, പിന്നെ വിഴുക്ക് വരട്ടി, സാമ്പാർ, ഇഞ്ചി, പിന്നെ മീൻ വറുത്തത്, നാരങ്ങ അച്ചാർ, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ പായസം നമ്മളിങ്ങനെ കൂട്ടി കഴിക്കത്തില്ല, അതിന് വേണ്ടിയിട്ട് പഴം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ചെറിയതായിട്ട് നമ്മൾ ഉത്രാട ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ്. തിരുവോണത്തിനാണ് കേട്ടോ അടിപൊളി സദ്യയൊക്കെ ഉണ്ടാകുന്നത്. ഉത്രാടത്തിന് നമ്മൾ ചെറിയ രീതിയിൽ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അണ്ണനും കുട്ടികൾക്കൊക്കെ ആഹാരം കൊടുത്തതിന് ശേഷം ഞാനും അമ്മയൊക്കെ ആഹാരം കഴിക്കുകയായിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.